അടുത്തതായി 43-ാമത്തെ ശ്ലോകം. രാമോ വിരാമോ വിരതോ മാർഗോ നേയോനയോനയ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമ. ഇതിലെ നാമങ്ങൾ രാമ, വിരാമ, വിരത, മാർഗ. വിരത, മാർഗ ഈ രണ്ട് നാമങ്ങൾക്കും ചെറിയൊരു പാഠഭേദമുണ്ട്. വിരത ഒരു നാമം, മാർഗ എന്നുള്ളത് വേറൊരു നാമം എന്നൊരു പാഠം. വിരജ മാർഗ, വിരജോ മാർഗ എന്ന് രണ്ടും കൂടി, വിരതോ അല്ല വിരജോ മാർഗ എന്ന് രണ്ടും കൂടി ഒരു നാമം എന്ന് വേറൊരു പാഠം. ഇങ്ങനെ രണ്ട് പാഠങ്ങൾ. അപ്പോൾ രാമ, വിരാമ, വിരത മാർഗ അല്ലെങ്കിൽ വിരജോ മാർഗ, നേയ, നയ, അനയ, വീര, ശക്തിവതാം ശ്രേഷ്ഠ, ധർമ്മ, ധർമ്മവിദ്, ഉത്തമ. ഇങ്ങനെ 12 നാമങ്ങൾ. അതിലെ ആദ്യത്തെ നാമം 396-ാമത്തെ നാമം രാമ. നമ്മൾക്കറിയാം, രാമനെക്കുറിച്ചാണ് പറയുന്നത്, ശ്രീരാമചന്ദ്രനെക്കുറിച്ചാണ്, ശ്രീരാമചന്ദ്രാവതാരത്തെക്കുറിച്ചാണ് ഇനി പറയുന്ന നാമങ്ങൾ പറയുന്നത്. അതിലെ രാമൻ എന്നുള്ള വാക്കിന് അർത്ഥം പറയാം. ഭാഷ്യകാരൻ പറയുന്നു, എല്ലാവരാലും എല്ലായ്പ്പോഴും ഗുണം, രൂപം എന്നിവയാൽ വശീകരിക്കപ്പെട്ട് രമിക്കപ്പെടുന്നു എന്നതിനാൽ രാമ. രമതേ ഇതി രാമ. രമിക്കപ്പെടുന്നു എന്നതിനാൽ രാമ എന്ന് നാമം. എല്ലാവരാലും എല്ലായ്പ്പോഴും. എന്തുകൊണ്ടാണ് ശ്രീരാമൻ ആകർഷിക്കപ്പെടുന്നത്, രമിക്കപ്പെടുന്നത്? ഗുണം കൊണ്ടും രൂപം കൊണ്ടും. ഗുണം, ശ്രീരാമൻ്റെ ഗുണങ്ങൾ, സൗന്ദര്യം, സൗശീല്യം തുടങ്ങിയിട്ടുള്ള ഗുണങ്ങൾ. പിന്നെ രൂപം, ഒരു പുരുഷന് വേണ്ട എല്ലാ രൂപ സൗന്ദര്യങ്ങളോടും കൂടി ചേർന്നത്. കേവലം ഗുണം മാത്രമല്ല, സുന്ദരമായിട്ടുള്ള രൂപത്തോടു കൂടിയതാണ്. കേവലം രൂപം മാത്രമല്ല, മഹത്തായ ഗുണങ്ങളോടും കൂടിയതാണ്. ഇങ്ങനെ രണ്ടിനോടും കൂടി ആളുകളെ വശീകരിക്കപ്പെട്ട് രമിക്കപ്പെടുന്നു. ആളുകൾ ശ്രീരാമനെ കണ്ടാൽ, ശ്രീരാമൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അറിഞ്ഞാൽ ശ്രീരാമനിലേക്ക് വശീകരിക്കപ്പെടുകയും ചെയ്യും. ആ വശീകരണത്താൽ രമിക്കപ്പെടുകയും ചെയ്യും, സന്തോഷിക്കപ്പെടുകയും ആനന്ദിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് രാമ എന്ന് നാമം. രാമോ രമയതാം ശ്രേഷ്ഠ. രമിപ്പിക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് രാമൻ. ഗുണാഭിരാമം രാമം ച. തൻ്റെ ഗുണങ്ങളാൽ രമിപ്പിക്കുന്നവനായ രാമൻ. രമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആനന്ദിപ്പിക്കുക. ഇനി ആ ശ്രീരാമൻ്റെ രൂപത്തെ പറയണം. ശ്യാമോ യുവ ലോഹിതാക്ഷോ മാതംഗാനാം ഇവ ഋഷഭ തഥാ സർവപ്രജാകാന്തൈ പ്രീതിസഞ്ജനനൈ പിതുഃ. അത് ശ്ലോകത്തിൻ്റെ 2 ഭാഗങ്ങളാണ്. രൂപം പറയാണ്. ശ്യാമോ യുവ ലോഹിതാക്ഷോ മാതംഗാനാം ഇവ ഋഷഭ. കറുത്ത ശരീരവും ചുവന്ന കണ്ണുകളും കൂടി ആനക്കൂട്ടത്തിൽ ശ്രേഷ്ഠൻ ആയവനെ പോലെ ആ ശ്രീരാമൻ നിന്നു. ശ്രീരാമൻ കറുത്തവനാണ്. മനോഹരമായിട്ടുള്ള പൗരുഷത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ചേർന്ന് നല്ല കറുത്ത് ചുവന്ന കണ്ണുകളോടുകൂടി. ചുവന്നെന്ന് പറഞ്ഞാൽ കടും ചുവപ്പല്ല, താമരയുടെ ഇലയുടെ നിറത്തോടു കൂടിയ ചുവപ്പ്. ഇപ്പോൾ ഡാർക്ക് ആൻഡ് ടോൾ എന്ന് പറയില്ലേ, ടോൾ, ഡാർക്ക്, ഹാൻസം. അപ്പോൾ കറുത്തവൻ, നല്ല ശരീര
എന്താ സൗഷ്ഠവത്തോടു കൂടിയവൻ കൂടിയിട്ട് ആനകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൊമ്പനാനയെ പോലെ, ശ്രേഷ്ഠനായ ആനയെ പോലെ ശ്രീരാമൻ നിന്നു. തഥാ സർവപ്രജാകാന്തൈഃ പ്രീതിസഞ്ജന്നൈഃ പിതുഃ ഗുണൈർ വിരുരുചേ രാമോ ദീപ്ത സൂര്യ ഇവാംശുഭിഃ. തൻ്റെ ഗുണങ്ങളെ കൊണ്ട് തന്നിൽ ആകർഷിക്കപ്പെട്ട പ്രജകളോടുകൂടി പിതാവിൻ്റെ പ്രീതിയോടുകൂടി കിരണങ്ങളാൽ ദീപ്തമായ സൂര്യനെ പോലെ ശ്രീരാമൻ ശോഭിച്ചു. ശ്രീരാമൻ ശോഭിക്കുന്നു. എങ്ങനെ? തൻ്റെ ഗുണങ്ങളെ കൊണ്ട് ആകർഷിക്കപ്പെട്ട പ്രജകളോടുകൂടി ശോഭിച്ചു. ഏതുപോലെ? സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് ശോഭിക്കുന്നത് പോലെ. സൂര്യൻ്റെ കിരണങ്ങൾ. അതുപോലെയാണ് ശ്രീരാമൻ്റെ ഗുണം കൊണ്ട് ആകർഷിക്കപ്പെട്ട പ്രജകളോടും ശ്രീരാമനിൽ അച്ഛൻ്റെ പ്രീതിയോടും കൂടി. അതായത് സൂര്യൻ ഏതുപോലെയാണോ കിരണങ്ങളെ കൊണ്ട് ശോഭിക്കുന്നത്, അതുപോലെ ശ്രീരാമൻ എന്തുകൊണ്ട് ശോഭിച്ചു? പിതാവിൻ്റെ പ്രീതിയോടും കൂടി, ആകർഷിക്കപ്പെട്ട പ്രജകളോടും കൂടി ശ്രീരാമൻ ശോഭിച്ചു. ശരദിന്വീവരത്വിഷേ അഭിരാമശരീരായ ഇതി സ്വമന്ത്രലിംഗാച്ച. മന്ത്രത്തിൽ, ശ്രീരാമൻ്റെ മന്ത്രത്തിൽ പ്രകാരം പറയുന്നു, ശരത്കാലത്തെ ചന്ദ്രനെ പോലെ അഭിരമിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ശരീരത്തോടു കൂടിയവൻ. ശരത്കാലത്തെ ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെളുത്തിട്ടാണ് ഇരിക്കുക. ചന്ദ്രൻ്റെ നിറം ശരത്കാലത്തെ ചന്ദ്രനെ പോലെ വെളുത്ത് ശ്രീരാമൻ. അതായത് ശ്രീരാമൻ്റെ നിറം കറുത്തതാണെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷെ ഇവിടെ ശരത്കാലത്തെ ചന്ദ്രൻ എന്ന് പറയുന്നത് നിറത്തെ അല്ല കണക്കാക്കുന്നത്, ആ സൗന്ദര്യത്തെ കണക്കാക്കുന്നത്. ഏതു പ്രകാരമാണോ ശരത്കാലത്തെ ചന്ദ്രൻ മനോഹരമായിട്ട് പ്രകാശിക്കുന്നത്, അതുപോലെ ശ്രീരാമൻ തൻ്റെ കറുത്ത ആ ശരീരം കൊണ്ട് പ്രകാശിച്ചു. അപ്പോൾ അങ്ങനെ രമിപ്പിക്കുന്നവൻ എന്നർത്ഥത്തിൽ രാമ എന്ന് നാമം. ഇനി 397 നാമം വിരാമഃ. ഭാഷകാരൻ പറയുന്നു, വരങ്ങളെ കൊടുക്കുന്നവരായ ബ്രഹ്മാവ് തുടങ്ങിയവരും അവധ്യത്വം തുടങ്ങിയ വരങ്ങളും അവയെ ലഭിച്ച രാവണൻ തുടങ്ങിയവർ എല്ലാവരും ഭഗവാനിൽ വിരമിക്കുന്നു എന്നതിനാൽ വിരാമ എന്ന് നാമം. വിരമിക്കുന്നു എന്ന് പറഞ്ഞാൽ ലയിക്കുന്നു, കീഴടങ്ങുന്നു. എന്തൊക്കെയാണ് കീഴടങ്ങുക? വരങ്ങളെ കൊടുക്കുന്നവരെ ബ്രഹ്മാവ് തുടങ്ങിയവർ, ബ്രഹ്മാവ്, രുദ്രൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാർ, ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാർ വരങ്ങളെ കൊടുക്കുന്നവരാണ്. അവരും വരങ്ങൾ, സിദ്ധികൾ, എങ്ങനെ? അവധ്യത്വം തുടങ്ങിയിട്ടുള്ള വരങ്ങൾ. അവധ്യത്വം എന്ന് പറഞ്ഞാൽ ആരാലും വധിക്കപ്പെടാനാവുകയില്ല എന്ന് പറയുന്ന വരങ്ങൾ, സിദ്ധികൾ, അതും അവയെ ലഭിച്ച രാവണൻ തുടങ്ങിയവരും. അങ്ങനെ എല്ലാവരും ഭഗവാനിൽ വിരമിക്കുന്നു, ഭഗവാനിൽ കീഴടങ്ങുന്നു. ഭഗവാന്റെ മുമ്പിൽ ഈ വരങ്ങൾക്ക് ഒന്നും, ഈ വരങ്ങളും വരം ലഭിച്ചവരും വരം കൊടുക്കുന്നവരും നിഷ്പ്രഭരായിത്തീരുന്നു. വരങ്ങളുടെ ഫലമോ വരങ്ങളുടെ ലക്ഷ്യമോ ഭഗവാനെ സ്വാധീനിക്കുന്നില്ല. ഭഗവാന്റെ മുമ്പിൽ ഇവരെല്ലാവരും കീഴടങ്ങുന്നു, നിഷ്പ്രഭരായി തീരുന്നു. അതുകൊണ്ട് ഭഗവാന് വിരാമ എന്ന് നാമം. ബ്രഹ്മാ സ്വയംഭൂ ചതുരാനനോവാ. ഇത് രാമായണം സുന്ദരകാണ്ഡത്തിലെ ഒരു ശ്ലോകത്തിൻ്റെ ഭാഗമാണ്. ആ ശ്ലോകത്തിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം ബ്രഹ്മാ സ്വയംഭൂ ചതുരാനനോവ എന്നുള്ള ആ ശ്ലോകഭാഗത്തിൻ്റെ മുഴുവൻ അർത്ഥമാണ് പറയുന്നത്. രാമനാൽ മധ്യനായവനെ, സ്വയംഭൂവായ ബ്രഹ്മാവിനോ, സ്വർണം, ഇരുമ്പ്, വെള്ളി
എന്നിവ കൊണ്ട് നിർമ്മിച്ച ത്രിപുരങ്ങളെ ദഹിപ്പിച്ച മുക്കണ്ണനായ ശിവനോ ദേവന്മാരുടെ രാജനായ ഇന്ദ്രനോ രക്ഷിക്കാൻ സാധിക്കില്ല. ഇവരുടെ എല്ലാവരുടെയും ശക്തി ആ ശ്രീരാമൻ്റെ മുന്നിൽ വിരമിക്കുന്നു. അതുകൊണ്ട് ഭഗവാന് വിരാമ എന്ന് നാമം. ഇനി 398 നാമം വിരതഃ. രാജ്യം, അധികാരം തുടങ്ങിയവയിൽ നൈസർഗികമായി തന്നെ ആഗ്രഹമില്ലാത്തതിനാൽ വിരതഃ എന്ന് നാമം. ഭഗവാന് ശ്രീരാമചന്ദ്രന് രാജ്യം, അധികാരം തുടങ്ങിയവയിൽ നൈസർഗികമായി തന്നെ ആഗ്രഹമില്ല. പിന്നെ എന്തിനാണ് ഭഗവാൻ ഈ ശ്രീരാമൻ രാജാവാകാം എന്ന് തീരുമാനിക്കുന്നത്? അത് സ്വധർമ്മമായതുകൊണ്ട്. ഇതിനു മുമ്പ് നമ്മൾ കേട്ടു ക്ഷാത്രധർമ്മത്തെ അനുസരിക്കുന്നവനാണ് ശ്രീരാമചന്ദ്രൻ എന്ന്. അപ്പോൾ താൻ ജനിച്ചതും താൻ വളർന്നതും ക്ഷാത്രധർമ്മത്തിൽ ആയതുകൊണ്ടും തൻ്റെ കുലം എന്ന് പറയുന്നതും തൻ്റെ സ്വഭാവം എന്ന് പറയുന്നതും ക്ഷാത്രധർമ്മത്തിനോട് അനുസരിച്ചുള്ളതായതും കൊണ്ടും ഭഗവാൻ അത് പ്രവർത്തിക്കുന്നു. അതിനർത്ഥം ഭഗവാന് രാജ്യം വേണമെന്നോ അധികാരം വേണമെന്നോ എന്തെങ്കിലും പിടിച്ചടക്കണമെന്നോ ആഗ്രഹമുണ്ട് എന്നല്ല. ഭഗവാൻ ഇതിൻ്റെ ആവശ്യമില്ല. താൻ ജനിച്ചത് ക്ഷാത്രധർമ്മത്തിലാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ആ ധർമ്മം സ്വീകരിക്കുന്നു. പക്ഷേ തൻ്റെയോ മറ്റേതെങ്കിലും രാജ്യങ്ങളോ പിടിച്ചടക്കണം എന്ന് ശ്രീരാമചന്ദ്രന് ആഗ്രഹമില്ല. അത് നൈസർഗികമായിട്ട് തന്നെ ഇല്ല. രതി എന്ന് പറഞ്ഞാൽ ആഗ്രഹം, കാമം, ആഗ്രഹം എന്നൊക്കെ അർത്ഥം. രത എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നവൻ, കാമിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. വിഗതമായ രഥൻ, പോകപ്പെട്ട, ഇല്ലാതാക്കപ്പെട്ട രതി. ഇല്ലാതാക്കപ്പെട്ട രാജ്യത്തിലും അധികാരത്തിലും ഉള്ള ആഗ്രഹത്തോട് കൂടിയവൻ വിരത. അപ്പം അതുകൊണ്ട് ഭഗവാൻ വിരത എന്ന് നാമം. ന ചാസ്യ മഹതീം ലക്ഷ്മീം രാജ്യനാശോ അപകരിഷതി ലോകകാന്തസ്യ കാന്തത്വം ശീതരശ്മേരിവ ക്ഷപാ. രാമായണത്തിൽ പറയുന്നതാണ്. ഈ ശ്രീരാമനെ കുറിച്ചുള്ള നാമങ്ങൾ കൂടുതലും രാമായണത്തിൽ നിന്നാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. മഹാഭാരതത്തിലുണ്ട്, തുടർന്ന് പറയും, പക്ഷെ രാമായണത്തിൽ നിന്നാണ് കൂടുതൽ ഉദ്ധരിച്ചിട്ടുള്ളത്. ലോകകാന്തനായ ആ ശ്രീരാമചന്ദ്രൻ്റെ കാന്തത്വം എന്ന് പറഞ്ഞാൽ ആകർഷിക്കാനുള്ള ശക്തി, മഹത്തായ ഐശ്വര്യവും രാജ്യനഷ്ടത്തോടെ നഷ്ടമാകുന്നില്ല. ഏതുപോലെയാണോ രാത്രി ശീതരശ്മിയായ ചന്ദ്രൻ്റെ പ്രകാശത്തെ ഇല്ലാതാക്കാത്തത്, അതുപോലെ ചന്ദ്രൻ മനോഹരമായിട്ട് തിളങ്ങി പ്രകാശിക്കുന്നു. രാത്രി ആയാൽ ആ പ്രകാശത്തിന് മങ്ങലേൽക്കുന്നില്ല. കാരണം ചന്ദ്രൻ്റെ സ്വഭാവമാണ് പ്രകാശിക്കുക എന്നുള്ളത്. അതുപോലെ രാജ്യം നഷ്ടപ്പെട്ടു, അധികാരം നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഐശ്വര്യം ഇല്ലാതാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ കാന്തത്വം അതും ഇല്ലാതാകുന്നില്ല. കാരണം രാജ്യം നഷ്ടപ്പെട്ടാലും അധികാരം നഷ്ടപ്പെട്ടാലും ക്ഷത്രിയൻ, രക്ഷിക്കുന്നവൻ ആയിട്ടുള്ള ശ്രീരാമചന്ദ്രൻ എല്ലാ കാലത്തും സദാസമയവും രക്ഷിച്ചുകൊണ്ടേയിരിക്കും. വനവാസത്തിൽ പോയപ്പോഴും ഭഗവാൻ പലരെയും രക്ഷിച്ചിട്ടുണ്ട്, അഹല്യ തുടങ്ങിയവരെ. അപ്പോൾ രക്ഷിക്കുക എന്നുള്ളത് ക്ഷാത്രധർമ്മമാണ്. അതിന് രാജ്യമോ അധികാരമോ ഒന്നും വേണമെന്നില്ല. ന പിതുർവചനം ശ്രീമാൻ അഭിഷേകാത് പരം പ്രിയം. ശ്രീരാമചന്ദ്രനെ സംബന്ധിച്ച് രാജ്യാഭിഷേകത്തേക്കാൾ പരമപ്രിയമായതാണ് പിതാവിൻ്റെ വാക്ക്. തൻ്റെ പിതാവിൻ്റെ വാക്ക് പരമപ്രിയമായതാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഗുണം കൊണ്ട് ശ്രീരാമചന്ദ്രൻ ഉയർന്നവനാണ്. രൂപം കൊണ്ട് മാത്രമല്ല, ഗുണം കൊണ്ടും. തൻ്റെ പിതാവിൻ്റെ വാക്ക് അക്ഷരം പ്രതി അനുസരിക്കണം എന്നുള്ള ആ ഒരു നിഷ്കർഷ ഗുണത്തിൻ്റെ
മഹാഗുണങ്ങളുടെ ഒരു അല്ലെങ്കിൽ ആ ഗുണത്തിൻ്റെ സവിശേഷതയാണ്. അത് രാജ്യാഭിഷേകത്തേക്കാൾ പ്രിയപ്പെട്ടതാണ്. ധർമാപദേശാത് ത്യജതശ്ച രാജ്യം മാം ചാപ്യരണ്യം നയതഃ പദാതിം ഇത്യാദി സീത പറയുന്നതാണ് ശ്രീരാമനെക്കുറിച്ച്. ധർമ്മം അനുസരിച്ച് രാജ്യം ത്യജിച്ചപ്പോഴും നഗ്നപാതനായി കാട്ടിൽ നടന്നപ്പോഴും രാമനിൽ നിരാശയോ ദുഃഖമോ ഭയമോ ഉണ്ടായില്ല. ഭാരദ്വാജാദി മുനിഭിः മാർഗ്യതേ ഇതി മാർഗഃ. അപ്പോൾ വിരതഃ എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം ഈ പറയുന്ന അധികാരങ്ങളിലും രാജ്യങ്ങളിലും സ്വാഭാവികമായിട്ടും ഇല്ലാത്ത ആഗ്രഹങ്ങളില്ലായ്മ, അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിരതഃ, ആ അർത്ഥത്തിന് വിരതഃ. ഇനി അടുത്ത നാമം മാർഗഃ. ഭാരദ്വാജൻ തുടങ്ങിയ മുനിമാരാൽ തേടപ്പെടുന്നുവെന്നതിനാൽ മാർഗഃ, മാർഗ്യതേ. ഭാരദ്വാജൻ തുടങ്ങിയിട്ടുള്ള തപസ്വികൾ, അതായത് തൻ്റെ ശരിയായിട്ടുള്ള സ്വരൂപത്തെ അറിയണമെന്നാഗ്രഹിച്ച് തപസ്വാധ്യായങ്ങളിലൂടെ അതിനെ അന്വേഷിക്കുന്ന ആളുകളെയാണ് മഹർഷിമാരെന്ന് പറയുന്നത്. അതിൽ ശ്രേഷ്ഠരായവരാണ് ഭാരദ്വാജൻ തുടങ്ങിയവർ. അങ്ങനെ ഭാരദ്വാജൻ തുടങ്ങിയവരാൽ മാർഗ്യതയെ തേടപ്പെടുന്നവൻ ആരാണോ അതാണ് മാർഗം. അതാണ് ഭഗവാൻ. മാർഗവും ഭഗവാനാണ്, എത്തുന്നതും ഭഗവാനാണ്. അപ്പോൾ വിരതഃ മാർഗഃ, ഇങ്ങനെ രണ്ട് നാമങ്ങളാണ് എടുക്കുന്നത് എങ്കിൽ വിരതഃ എന്നുള്ളതിൻ്റെ അർത്ഥം ആദ്യം പറഞ്ഞു, മാർഗഃ എന്നുള്ളതിൻ്റെ അർത്ഥം രണ്ടാമത് പറഞ്ഞു. ഇനി വേറൊരു പക്ഷത്തിൽ വിരജോ മാർഗഃ എന്ന പക്ഷത്തിൽ ആണെങ്കിൽ എന്താണ് പറയുന്നത്? വിരജോ മാർഗഃ, വിരജമായത് എന്നാൽ ദോഷരഹിതമായത് എന്നർത്ഥം. വിരജോ മാർഗഃ ഇതി പാഠേ വിരജാഃ അപാംസുലോ നിർദോഷഃ. അപാംസുലഃ ദോഷമില്ലാത്തത്, വിരജമായത് ദോഷരഹിതമായത് എന്നർത്ഥം. അപ്രകാരമുള്ള മാർഗമാണ് ശ്രീരാമനാൽ കാണിക്കപ്പെട്ടത് എന്നതിനാൽ വിരജോ മാർഗഃ എന്ന് നാമം. ദോഷരഹിതമായ മാർഗം ശ്രീരാമചന്ദ്രനാൽ കാണിക്കപ്പെട്ടു, അതുകൊണ്ട് ഭഗവാന് വിരജോ മാർഗഃ എന്ന് നാമം. യാഗതിർ യജ്ഞശീലാന ആഹിതാഗ്നേശ്ച യാഗതി. ശ്രീരാമൻ ജടായുവിനോട് പറയാണ്, യജ്ഞം ശീലമായവർക്ക് എന്താണോ ഗതിയുള്ളത്, ആഹിതാഗ്നി സംസ്കാരത്തെ ചെയ്യുന്നവർക്ക് എന്താണോ ഗതിയുള്ളത്. 5 തരത്തിലുള്ള അഗ്നി സംസ്കാരം, 5 തരത്തിലുള്ള അഗ്നിയുണ്ട്. ആ അഗ്നിയിൽ യജിക്കുന്നവന് എന്താണോ ഗതിയുള്ളത്, യജ്ഞം ശീലമായവർക്ക് എന്താണോ ഗതിയുള്ളത്, ഈ 2 കർമ്മത്തിനും സ്വർഗമാണ് ഫലം. യജ്ഞം ചെയ്യുന്നാലും സ്വർഗമാണ് കിട്ടുക, അഗ്നിയിൽ ഹോമിച്ചാലും സ്വർഗമാണ് കിട്ടുക. അങ്ങനെ ഈ 2 യജ്ഞം കൊണ്ടും ഈ 2 കർമ്മം കൊണ്ടും കിട്ടുന്ന ഫലം എൻ്റെ ആജ്ഞാനുവർത്തിയായ നിനക്ക് ലഭിക്കും. എൻ്റെ ആജ്ഞ കേട്ടാൽ, ഞാൻ പറയുന്നതിനനുസരിച്ച് നിന്നാൽ നിനക്ക് ലഭിക്കും. എൻ്റെ ആജ്ഞാനുവർത്തിയായാൽ നിനക്ക് ലഭിക്കും. അപ്പോൾ കർമ്മം എന്ന് പറയുന്നത്, പുണ്യകർമ്മം എന്ന് പറയുന്നത്, സ്വർഗം കിട്ടാനുള്ള കർമ്മം എന്ന് പറയുന്നത് കേവലം യജ്ഞങ്ങൾ മാത്രമല്ല, സാക്ഷാൽ ഭഗവത് അവതാരമായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ കേൾക്കുന്നതിലൂടെയും ആജ്ഞകളെ അനുസരിക്കുന്നതിലൂടെയും കിട്ടും. ആവഹത് പരമാം ഗതിം. രാമബാണത്തിൽ നിന്നും പുറപ്പെട്ട അമ്പുകൾ ബാലിക്ക് പരമപദത്തെ കൊടുത്തു. അതായത് വിരജം എന്ന് പറഞ്ഞാൽ ദോഷമില്ലാത്തത്, ദോഷമില്ലാത്ത മാർഗം. അതാണ് ദോഷമില്ലാത്ത മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ കിട്ടുന്നത് മോക്ഷമാണ്. അങ്ങനെ ആ മോക്ഷത്തെ കൊടുക്കുന്നവനാണ് വിരജോ മാർഗ, അല്ലെങ്കിൽ ആ മാർഗത്തെ കാണിച്ചു കൊടുക്കുന്നവനാണ്. അപ്പോൾ രാമബാണത്തിൽ നിന്നും പുറപ്പെട്ട അമ്പുകൾ കൊണ്ട ബാലി പരമപദത്തെ പ്രാപിച്ചു.
അപ്പോൾ അതുകൊണ്ട് ഭഗവാന് വിരജോ മാർഗ എന്ന് നാമം. ഇനി വിരതഃ മാർഗ എന്നുള്ള രണ്ട് രീതിയിലാണ് എടുക്കുന്നത് എങ്കിലും അതിൻ്റെ അർത്ഥവും നേരത്തെ പറഞ്ഞു. ഇനി 399 നാമം നേയഃ. നേയഃ എന്ന് പറഞ്ഞാൽ നയിക്കപ്പെടുന്നവൻ എന്നർത്ഥം. ഭാഷകാരൻ പറയാണ്, സുഹൃത്തുക്കളായവർക്ക് നിയോഗിക്കാൻ സാധിക്കുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ നേയഃ എന്ന് നാമം. ഭഗവാന്റെ സുഹൃത്താവണം എന്നുണ്ടെങ്കിൽ ഭഗവത് ഭക്തന്മാരാവണം. ഭഗവത് ഭക്തന്മാരെ എപ്പോഴും തൻ്റെ സുഹൃത്തുക്കളായിട്ട് കാണുന്നവനാണ് ഭഗവാൻ. അർജുനൻ ഭഗവാന്റെ സുഹൃത്തായിരുന്നു, യുധിഷ്ഠിരൻ ഭഗവാന്റെ സുഹൃത്തായിരുന്നു. അങ്ങനെ മഹർഷിമാർ ഭഗവാൻ അവരെയൊക്കെ സുഹൃത്തുക്കളായിട്ടാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ എന്ത് പറഞ്ഞാലും ഭഗവാൻ കേൾക്കും. ആ സുഹൃത്തുക്കളായവർക്ക് നിയോഗിക്കാൻ സാധിക്കുന്നവരാണ്. ആജ്ഞാപ്യോഹം തപസ്വിനാം. തപസ്വികളാൽ ഞാൻ ആജ്ഞാപിക്കപ്പെട്ടു. അപേക്ഷിക്കപ്പെടുക പോലുമല്ല, ആജ്ഞാപിക്കപ്പെടുകയാണ്. ഈശ്വരനോട് ആജ്ഞാപിക്കുകയാണ് തപസ്വികൾ. സാക്ഷാൽ എന്നിട്ട് ഭഗവാൻ അത് വളരെ കാര്യമായിട്ട് പറയാണ്, ഇവരെന്നോട് ആജ്ഞാപിച്ചു, തപസ്വികൾ ആജ്ഞാപിച്ചു, അതുകൊണ്ട് ഞാനത് കേൾക്കണം. ആവാസം ത്വഹമിച്ഛാമി പ്രതിഷ്ഠം ഇഹ കാനനെ. മഹർഷിയോട് ശ്രീരാമചന്ദ്രൻ പറയാണ്, ഈ കാട്ടിൽ അങ്ങയാൽ നിശ്ചയിക്കപ്പെട്ട ഒരിടം എനിക്ക് തന്നാലും, അങ്ങ് എവിടെയാണോ വിചാരിക്കുന്നത് അവിടെ എനിക്കൊരു സ്ഥലം തന്നാലും. ഞാനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്, അത് എനിക്ക് തരണം എന്നല്ല പറയുന്നത്. അങ്ങ് എവിടെയാണോ നിശ്ചയിക്കുന്നത് അവിടെ എനിക്ക് സ്ഥലം തന്നാലും. സുഹൃതാം ഹ്യർത്ഥകൃച്ഛ്രേഷു യുക്തം ബുദ്ധിമതാ സദാ സമർത്ഥേനാവി സന്ദേഷ്ടും ശാശ്വതീം ഭൂതിമിച്ഛത. രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിൽ പറയുന്നതാണ്. ശാശ്വതമായ ഐശ്വര്യത്തെ ഇച്ഛിക്കുന്നവൻ അതീവ ബുദ്ധിമാനായാൽ തന്നെയും ആപത്തുകാലത്ത് ബുദ്ധിമാന്മാരായവരും സത്തുക്കളായവരുമായ സുഹൃത്തുക്കളോട് അഭിപ്രായം ആരായുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. ശാശ്വതമായ ഐശ്വര്യത്തെ ഇച്ഛിക്കുന്നവൻ, നമ്മൾ ഓരോരുത്തരും അതീവ ബുദ്ധിമാന്മാരാണ്. നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ള ചില സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കഴിവുണ്ട് എന്ന് നമുക്ക് ഒരു ചിന്തയുണ്ടായാലും ആപത്ത് കാലത്ത് നമുക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള ആപത്ത് കാലങ്ങൾ വരും. ആപത്ത് കാലത്ത് നമുക്ക് സ്വയം ഡിസിഷൻ എടുത്ത് നമുക്ക് തീരുമാനിക്കാനുള്ള കഴിവുണ്ട് എങ്കിലും ബുദ്ധിമാന്മാരായവരും സത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലത് വരണം എന്ന് ചിന്തിക്കുന്നവർ, അവരും നമുക്ക് നല്ലത് വരണം എന്ന് ചിന്തിക്കുന്നവർ മാത്രമല്ല, അവർ ബുദ്ധിമാന്മാരും ആവണം. അവർക്ക് ബുദ്ധി ഉണ്ടായിരിക്കണം. ബുദ്ധിമാന്മാരായവരും ആയ സുഹൃത്തുക്കളോട് അഭിപ്രായം ആരായുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ശ്രീരാമചന്ദ്രൻ ചെയ്തതാണിത്. യുദ്ധസമയത്ത് വാനരന്മാരോട് അഭിപ്രായം ചോദിച്ച് അവരുടെ അഭിപ്രായത്തിനനുസരിച്ചാണ് യുദ്ധം ചെയ്തത്. ഇത് വാനരന്മാർ, ഇവർക്ക് എന്തറിയാം, കുരങ്ങന്മാർ, ഇവരെക്കാളൊക്കെ എത്രയോ ഉയർന്നവനാണ് ഞാനൊരു ഈശ്വരാവതാരമാണ്, സാക്ഷാൽ മഹാവിഷ്ണു. ഭഗവാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ഭഗവാൻ എല്ലാവരുടെയും അഭിപ്രായം ആരാഞ്ഞു. ഈ എല്ലാവരുടെയും അഭിപ്രായം ആരായുമ്പോൾ ഈ അഭിപ്രായം ആരായുന്നവർ ഓരോരുത്തരും ശ്രീരാമന് നല്ലത് വരണം എന്ന് ചിന്തിക്കുന്നവരാണ്. അല്ലാതെ എന്ത് പറഞ്ഞാലും അത് എതിരഭിപ്രായം പറയുന്നവരല്ല. അവരോട് ചോദ്യങ്ങൾ ചോദിക്കരുത്. നമ്മളുടെ സുഹൃത്തുക്കൾ, നമ്മളുടെ കുടുംബത്തിലുള്ള ആളുകൾ, ഇവരൊക്കെ നമ്മൾക്കും കൂടെ നല്ലത് വരണം എന്ന് ചിന്തിക്കുന്നവരോടെ അഭിപ്രായം ആരായാവൂ. അപ്പോൾ നമ്മൾ സ്വയം ഒരു ഡിസിഷൻ എടുത്ത് ചെയ്യരുത് എന്നർത്ഥം. അതാണ് ശ്രീരാമചന്ദ്രൻ പറയുന്നത്. ആപത്ത് കാലത്ത് ഒരുപക്ഷെ നമുക്ക് തോന്നാം നമുക്കിതിനെ എങ്ങനെയെങ്കിലും തരണം ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്, നമ്മൾ സ്വയം ചിന്തിച്ചിട്ട് സ്വയം പ്രവർത്തിക്കാം എന്ന് ചിന്തിക്കാം. പക്ഷേ അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ കൂടെ നിൽക്കുന്നവരോടും അഭിപ്രായം ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. സഭാപർവത്തിൽ ഭഗവാൻ കൃഷ്ണൻ സ്വയം പറയുന്നു,
യജസ്വാഭിപ്സിതം യജ്ഞം മൈ ശ്രേയസ്യവസ്ഥിതേ നിയുങ്ക്ഷ്വ ചാപി മാം കൃത്യേ സർവം കർത്താസ്മി തേ വച. അല്ലയോ യുധിഷ്ഠിര, എൻ്റെ ശ്രേയസ്സിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ നിനക്കിഷ്ടമുള്ള യജ്ഞം എന്തെന്ന് വച്ചാൽ ചെയ്തുകൊള്ളുക. എന്നെയും അതിൽ നിയോഗിക്കുക. നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം. യുധിഷ്ഠിരനോട് ഭഗവാൻ കൃഷ്ണൻ പറയാണ്, എൻ്റെ ശ്രേയസ്സിൽ ഞാൻ നിൽക്കുമ്പോൾ ഭഗവാൻ ഫുൾ ഫോമിൽ ഇവിടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ, നമ്മളിതിനു മുമ്പ് കേട്ടു ഭഗവാൻ തൻ്റെ ശ്രേയസ്സിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ 3 ലോകങ്ങളുടെയും ഭാരം താങ്ങി ഭഗവാൻ നിൽക്കുക. അങ്ങനെ ഞാനിവിടെ നിൽക്കുകയാണ്, ഈ യജ്ഞമധ്യത്തിൽ ഞാൻ നിൽക്കുകയാണ്. അങ്ങനെ ഉള്ളപ്പോൾ നീയാണ് യജമാനൻ. നിനക്കിഷ്ടമുള്ള എന്ത് യജ്ഞം വേണമെങ്കിലും ചെയ്യാം, ഞാൻ ഇന്നത് ചെയ്യണമെന്ന് പറയില്ല. എന്നെയും അതിൽ നിയോഗിക്കുക. എന്നോടും പറയാം ഞാൻ എന്താണ് ചെയ്യേണ്ടത്. നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ എന്തു പറയുന്നു അതിനനുസരിച്ച് ഞാൻ ചെയ്തോളാം. ഭഗവാൻ നയിക്കപ്പെടുന്നവനാണ്, തൻ്റെ ഭക്തന്മാരാൽ നയിക്കപ്പെടുന്നവനും ആണ്. ഇനി മഹാഭാരതത്തിൽ തന്നെ ഉദ്യോഗപർവത്തിൽ ഇപ്രകാരം പറയുന്നു: അയമസ്മി മഹാബാഹോ ബ്രൂഹ്യത്തെ വിവക്ഷിതം കരിഷ്യാമീഹ തത്സർവം യത് ത്വം വക്ഷ്യസി ഭാരത. യുധിഷ്ഠിരനോട് തന്നെ പറയാണ്, അല്ലയോ മഹാബാഹുവായ ഭരതശ്രേഷ്ഠാവ്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും അവിടുന്ന് പറയുന്നതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാം. കൃഷ്ണൻ എന്തു മിണ്ടിയാലും എന്ത് വേണ്ട എന്ന് പറഞ്ഞാലും അണുവിട മാറാതെ പാണ്ഡവന്മാരതനുസരിക്കും. പക്ഷെ പാണ്ഡവന്മാരോട് ഭഗവാൻ പറയാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, നിങ്ങൾ പറയുന്നത് അക്ഷരം പ്രതി ഞാൻ അനുസരിക്കാം. രാമായണത്തിൽ പറയുന്നു, വായുസൂനോഹോ സുഹൃത്വേന ഭക്തിയാ പരമയാചസ ശത്രുണാമപ്യകമ്പ്യോപി ലഘുത്വമകുമൽ കപേഹേ. ശ്രീരാമനോടുള്ള പരമമായ ഭക്തി കൊണ്ടും സൗഹൃദം കൊണ്ടും മറ്റുള്ളവർക്ക് അനക്കാൻ പോലും കഴിയാതിരുന്ന ആ ലക്ഷ്മണൻ ഹനുമാനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഭാരം ഇല്ലാത്തവനായി തോന്നി. ലക്ഷ്മണൻ അമ്പേറ്റ് വീണു. ഇന്ദ്രജിത്തിൻ്റെ അമ്പേറ്റ് ലക്ഷ്മണൻ വീണു. അപ്പോൾ ലക്ഷ്മണൻ മരിച്ചു എന്ന് ഉറപ്പിച്ചു എല്ലാവരും. നേരിയ ശ്വാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ലക്ഷ്മണനെ വീണ ആളെ എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ ഒരാൾക്കും സാധിക്കില്ല. കാരണം ലക്ഷ്മണൻ ഭഗവാന്റെ തന്നെ അംശമാണ്, ശ്രീരാമൻ്റെ തന്നെ അംശമാണ്. അപ്പോൾ ആ ലക്ഷ്മണനെ ആകെ ഒരാൾക്കേ എടുത്തു മാറ്റാൻ സാധിച്ചുള്ളൂ, അത് ഹനുമാനാണ്. ആ ഹനുമാനെ എന്തുകൊണ്ടാണ് എടുത്തു മാറ്റാൻ സാധിച്ചത്? ശ്രീരാമനോടുള്ള പരമമായ ഭക്തി കൊണ്ടും സൗഹൃദം കൊണ്ടും. ഭക്തി മാത്രമല്ല, കീഴെ നിൽക്കുന്നതല്ല, സൗഹൃദമുണ്ട്. സൗഹൃദം എപ്പോഴും തുല്യർ തമ്മിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ശ്രീരാമൻ്റെ ഭക്തനുമാണ്, അതേസമയം ശ്രീരാമൻ്റെ സുഹൃത്തുമാണ് ഹനുമാൻ. അതുകൊണ്ട് ഈ ഹനുമാന് ലക്ഷ്മണനെ അനായാസം എടുത്ത് മാറ്റാൻ സാധിച്ചു. അപ്പോൾ ആരാണോ ഈശ്വരനെ ഭജിക്കുന്നത്, ഈശ്വരനെ അറിയണം എന്നാഗ്രഹിക്കുന്നത്, ഉപാസിക്കുന്നത്, ഭജിക്കുന്നത്, അവനെ അല്ലെങ്കിൽ അവളെ ഈശ്വരൻ തൻ്റെ ഒപ്പമാണ് കാണുന്നത്, തൻ്റെ സുഹൃത്തായിട്ടാണ് കാണുന്നത്. അവരെന്ത് പറഞ്ഞാലും ഭഗവാൻ കേൾക്കും. അപ്പം അങ്ങനെ ആരാലും, തൻ്റെ സുഹൃത്തുക്കളാലും തൻ്റെ ഭക്തന്മാരാലും ഒക്കെ നയിക്കപ്പെടുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ 399-ാമത്തെ നാമം നേയ. ഇനി 400-ാമത്തെ നാമം നയ. ഭാഷകാരൻ പറയുന്നു, എല്ലാ വസ്തുക്കളും ഭഗവാനിലേക്ക് നയിക്കപ്പെടുന്നു എന്നതിനാൽ നയ എന്ന് നാമം. രക്ഷിതവ്യാഹ ത്വയാ ശശ്വത് ഗര്യഭൂതാ തപോധനാഹ. മഹർഷിമാർ പറയാണ്, ഗരിമയേറിയ തപസ് ധനമായിട്ടുള്ളവരാണ് ഞങ്ങൾ എങ്കിലും അവിടുന്നിനാൽ എല്ലായ്പ്പോഴും ഞങ്ങൾ രക്ഷിക്കപ്പെടേണ്ടവരാണ്. അതായത് ഭഗവാനിലേക്ക് എപ്പോഴും നയിക്കപ്പെടുകയാണ് മഹർഷിമാർ.
നയിക്കുമ്പോൾ ആ നയിക്കപ്പെടുന്നവരെ രക്ഷിക്കുക എന്നുള്ളതും ഭഗവാന്റെ ധർമ്മമാണ്. പാണ്ഡവാനാം ഭവാൻ നാഥോ ഭവന്തം ചാശ്രിതാ വയം. അല്ലയോ കൃഷ്ണ, അവിടുന്ന് പാണ്ഡവന്മാരുടെ നാഥനാണ്. അങ്ങനെയുള്ള അവിടത്തെ ഞങ്ങളും ആശ്രയിച്ചിരിക്കുന്നു. വീണ്ടും മഹർഷിമാർ പറയണം. അപ്പോൾ നയിക്കപ്പെടുമ്പോൾ നയിക്കുന്നവർ ആരെയാണോ ആശ്രയിക്കുന്നത് അത് ഭഗവാനാണ്. അങ്ങനെ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുക എന്നുള്ളതും ഭഗവാന്റെ ധർമ്മമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ 400-ാമത്തെ നാമം നയ. ഈ ഭാഗം, ഈ അധ്യായം ഇങ്ങനെ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ് ഭാഷ്യകാരൻ. ഇതി ശ്രീഹരികുലതിലക ശ്രീവത്സാംഗമിശ്രസൂനോः ശ്രീരംഗരാജദിവ്യാജ്ഞാലബ്ധ ശ്രീപരാശരഭട്ട അപരനാമധേയസ്യ ശ്രീരംഗനാഥസ്യ കൃതൗ ശ്രീവിഷ്ണുസഹസ്രനാമവിവരണേ ശ്രീഭഗവദ്ഗുണദർപ്പണേ ചതുർത്ഥം ശതകം സമാപ്തം. 400 നാമങ്ങൾക്ക് ശേഷം 4-ാമത്തെ ശതകം അവസാനിക്കുന്നു. 399 നാമങ്ങൾക്ക് ശേഷം 400-ാമത്തെ നാമത്തിന് ശേഷം ഈ ശതകം അവസാനിക്കുന്നു. ഇപ്രകാരം ഹരികുലത്തിന് തിലകമായ ശ്രീവത്സാംഗമിശ്രൻ്റെ മകനും ശ്രീരംഗരാജൻ്റെ ദിവ്യമായ ആജ്ഞയെ ലഭിച്ചവനും ശ്രീപരാശരഭട്ടൻ എന്ന അപരനാമധേയം ഉള്ളവനും ആയ ശ്രീരംഗരാജനാൽ കൃതമായ ശ്രീ വിഷ്ണു സഹസ്രനാമ വിവരണം ആകുന്ന ശ്രീ ഭഗവത് ഗുണദർപ്പണത്തിൽ 4-ാം ശതകം സമാപിച്ചു.